നഷ്ടപ്പെട്ടെന്ന് കരുതി കൈവിട്ട മൊബൈൽ ഫോണുകൾ തിരികെ ഉടമസ്ഥരിലേക്ക്. കോഴിക്കോട് സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട 70 മൊബൈൽ ഫോണുകളാണ് ചൊവ്വാഴ്ച ഉടമകൾക്ക് കൈമാറിയത്. പരാതികൾക്ക് പിന്നാലെ നടന്ന തുടർച്ചയായ അന്വേഷണത്തിലൂടെയാണ് മാസങ്ങളായി കാണാതായ ഫോണുകൾ പോലീസ് വീണ്ടെടുത്തത്. പലപ്പോഴായി കളഞ്ഞുപോയതും മോഷണം പോയതുമായ മൊബൈൽ ഫോണുകൾ തിരികെ കിട്ടില്ലെന്ന് ഉറപ്പിച്ചിരുന്നവർക്കാണ് കോഴിക്കോട് സിറ്റി പോലീസിന്റെ ഭാഗത്തുനിന്ന് ആശ്വാസകരമായ സന്ദേശം ലഭിക്കുന്നത്. അറിയിപ്പിന് പിന്നാലെ കമ്മീഷണർ ഓഫീസിലെത്തിയ ഉടമകൾക്ക് മൊബൈലുകൾ കൈമാറി. സിറ്റി പോലീസ് കമ്മീഷണർ ജി ജയദേവിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ നടന്ന ഊർജിതമായ അന്വേഷണത്തിന്റെ ഫലമാണ് മൊബൈലുകളുടെ വീണ്ടെടുക്കൽ. CEIR പോർട്ടലുണ്ട്. അതുവഴിയാണ് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ IMEI ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റും. അതനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കും ബാക്കി കാര്യങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് കിട്ടുകയും അതനുസരിച്ച് നമുക്ക് കൂടുതൽ ട്രാക്ക് ചെയ്യാൻ പറ്റുകയും അതിനനുസരിച്ച് നമുക്ക് റിക്കവറി പ്രോസസ്സ് കുറച്ച് എളുപ്പമാക്കാൻ പറ്റും. എന്നാൽ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. പക്ഷേ അതിനനുസരിച്ച് പോലീസും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കണം. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ പലരും പരാതി നൽകാൻ മടിക്കാറുണ്ട്. എന്നാൽ ഫോണുകളുടെ IMEI നമ്പറുകൾ കേന്ദ്രീകരിച്ച് സൈബർ സെൽ നടത്തുന്ന ശാസ്ത്രീയമായ അന്വേഷണം എത്രത്തോളം ഫലപ്രദമാണെന്നതിന്റെ തെളിവാണ് ഇന്നിവിടെ കാണുന്ന കാഴ്ച. വില കൂടിയ സ്മാർട്ട് ഫോണുകൾ മുതൽ കുറഞ്ഞ ഫോണുകൾ വരെ വീണ്ടെടുത്തവയിൽ ഉൾപ്പെടുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ തിരികെ ലഭിച്ചതിൽ വലിയ ആശ്വാസമാണ് ഫോണുടമകൾ പങ്കുവച്ചത്. ഈ ഫോൺ നഷ്ടപ്പെട്ടിട്ട് 1.5 വർഷമായി. ഞങ്ങൾ പുതിയങ്ങാടി ഷോപ്പാണ്, ഡ്രൈ ക്ലീൻ ഷോപ്പാണ്. എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് സൈബർ പോലീസിലും കൊടുത്തു. അവിടെ നല്ല ഹെൽപ്പ് ആയിരുന്നു കിട്ടിയത്. പക്ഷേ ഇത് കിട്ടിയത് അപ്പോൾ തന്നെ ട്രേസ് ചെയ്തപ്പം ബംഗാളിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. പിന്നെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച്. പക്ഷേ ഇപ്പം 1.5 വർഷമായി. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു മെസ്സേജ് വന്നിരുന്നു കേരള പോലീസിന് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും കണ്ടെത്താനും കേന്ദ്ര സർക്കാരിന്റെ CEIR പോർട്ടൽ കൂടി പ്രയോജനപ്പെടുത്തണമെന്ന് പോലീസ് ഓർമ്മിപ്പിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.